ഇപ്പോ രാവിലെ 5:45 സമയം. എണീറ്റിരിക്കുന്നത് ഒന്ന് റെഡിയായി ഒരു കല്യാണത്തിന് പോകാനായിരുന്നു. ഇപ്പൊ ഹെയർ ഒക്കെ ഞാൻ തലേന്നേ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് മേക്കപ്പിലോട്ട് കിടക്കാം. ആദ്യം തന്നെ സ്കിൻ കെയറിലോട്ട് കിടക്കാം. ഈ സെറത്തിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഈ സെറം ഒന്ന് സ്കിന്നിൽ അബ്സോർബ് ആയതിനു ശേഷം നമുക്ക് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതൊരു ഫാർമസി പ്രോഡക്റ്റ് ആയിട്ട് നല്ല മോയ്സ്ചറൈസർ ആണ്. അപ്പൊ ആ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് ഇനി സൺസ്ക്രീൻ അതൊരു മസ്റ്റ് ആണ്. ഇനിയിപ്പോ ഇതൊന്നും ഇല്ലെങ്കിലും സൺസ്ക്രീൻ മാത്രമെങ്കിലും ഇട്ടിട്ടേ പുറത്തോട്ട് പോകാവുള്ളൂ. നമുക്ക് വേഗം ഡ്രസ്സും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതാട്ടോ ഔട്ട്ഫിറ്റ്. എങ്ങനെയുണ്ട്? റെഡി ആവാൻ വെളിച്ചം തീരെ കുറവായതുകൊണ്ട് ഇവര് ലൈറ്റ് ആയി എടുത്തത്. പക്ഷെ കുറച്ചു നേരത്തേക്ക് വേണ്ടി വന്നോളൂ. അപ്പോഴത്തേക്ക് ലൈറ്റിന്റെ ചാർജ് അങ്ങ് തീർന്നിട്ടുണ്ട്. ദെൻ കുറച്ച് ലിപ്പാമൊക്കെ ഇട്ടിട്ട് നമുക്ക് നേരെ മേക്കപ്പിലോട്ട് എടുക്കാം. ഇതൊരു മേക്കപ്പ് ട്യൂട്ടോറിയലേ അല്ല. കാരണം ഞാൻ എന്താ ചെയ്തത് എനിക്ക് പോലും ഒരു ഐഡിയ ഇല്ല. ഡാർക്ക് സർക്കിൾസും ഡാർക്ക് ഏരിയയിലും ഒക്കെ കുറച്ച് കളർ കറക്ടറൊക്കെ ഇട്ട് അതിനുശേഷം കുറച്ച് കൺസീലർ അപ്ലൈ ചെയ്ത് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് അവിടുത്തെ ഒരു ഡാർക്ക്നെസ് ഒക്കെ ഒന്ന് മാറി കിട്ടും. ദെൻ കുറച്ച് കോമ്പാക്ട് പൗഡർ ഇട്ട് അതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ കുറച്ച് ഐഷാഡോ ഇട്ട് കൊടുക്കുന്നുണ്ട്. ദെൻ ഐലൈനർ ഒന്ന് സെറ്റ് ആക്കി കൊടുക്കുന്നുണ്ട്. കുറച്ച് വിങ് ഒക്കെ ഇട്ട് ഐലൈനർ വരയ്ക്കുന്നുണ്ട്. ദെൻ കുറച്ച് മസ്കാര ഇട്ട് ഞാൻ ഒരു മേക്കപ്പ് അങ്ങ് സെറ്റ് ആക്കുന്നു. അപ്പൊ പറയാൻ പറഞ്ഞു നമ്മൾ ലിപ്സ്റ്റിക് കൂടി ഇട്ട് കൊടുക്കണം. ലിപ്സ്റ്റിക് ആണ് ഒരു മേക്കപ്പിന്റെ മൊത്തം ഒരു ലുക്ക് അങ്ങ് മാറ്റി തരുന്നത്. പിന്നെ ഇച്ചിരി ബ്ലഷും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കമ്മല്, മാല, മുദ്രം ഇതൊക്കെ സ്വാഭാവികമായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പൊ ഇതാണ് ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്? അപ്പൊ ഞാൻ കല്യാണത്തിന് വിട്ടുതരാം.